കേന്ദ്ര ഭരണകൂടം വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിനുമേൽ കൈവയ്ക്കുകയാണെന്നും ഇതിലൂടെ മുസ്ലിം വഖഫുകൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് BS അബ്ദുല്ലക്കുഞ്ഞി ഫൈസി കേരള മുസ്ലിം ജമാഅത്ത് തൃക്കരിപ്പൂർ സോൺ കമ്മിറ്റി നടത്തിയ ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫർണിച്ചറിന്റെ രാജാക്കന്മാർ ഇനി കാസർഗോഡും. ഫർണിച്ചർ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള D&G ഫർണിച്ചർ നിങ്ങൾക്കായി വമ്പൻ ഷോറൂം ഈ വരുന്ന മെയ് 1-ാം തീയതി കാസർഗോഡിന് സമർപ്പിക്കുന്നു. ഈ ഉദ്ഘാടന വേളയിലേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ആദർശ ക്യാമ്പയിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആദർശ സമ്മേളനം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് BS അബ്ദുല്ലക്കുഞ്ഞി ഫൈസി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഭരണകൂടം വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിന് മേൽ കൈവയ്ക്കുകയാണെന്നും ഇതിലൂടെ മുസ്ലിം വഖഫുകൾ നഷ്ടപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും BS അബ്ദുല്ലക്കുഞ്ഞി ഫൈസി പറഞ്ഞു. 2014 മുതൽ കേന്ദ്ര ഭരണകൂടം നടത്തിവരുന്ന മുസ്ലിം വിരുദ്ധതയ്ക്കുള്ള ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് വഖഫ് ഭേദഗതിയെന്നും അദ്ദേഹം ആരോപിച്ചു. അവർ വന്ന പായക്കപ്പൽ തന്നെ കൊടുങ്ങല്ലൂരിൽ യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം കേരളമായിരുന്നില്ല. കൊടുങ്ങല്ലൂരിൽ എത്തിയപ്പോൾ ഗതി മാറി. അവിടെ എത്തിയപ്പോൾ അവർ അവിടെ ഇറങ്ങി. തിരിച്ചു പോകാൻ വേണ്ടി അവർ പായക്കപ്പലെ അവിടെ നങ്കൂരമിട്ട് നിർത്തിയിട്ടില്ല. അതിനവർ അഴിച്ചുവിടുകയാണ് ചെയ്തത്. അവർക്ക് തിരിച്ചു പോക്കായിരുന്നില്ല ലക്ഷ്യം, മറിച്ച് ഇവിടെ ഒരു കോളനി ഉണ്ടാക്കുക എന്നതുമല്ല. ഇസ്ലാമിക ആദർശം ഇവിടെയുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോൺ പ്രസിഡന്റ് AB അബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അൻവർ സഖാഫി കൈപ്പമംഗലം ആദർശ പ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി N അലി അബ്ദുള്ള, സയ്യിദ് ത്വയ്ബുൽ ബുഖാരി തങ്ങൾ, സംസ്ഥാന മുഷാവറ അംഗം പൊന്മുള മുഹിയുദ്ദീൻ കുട്ടി ബാഗഫി, ആലമ്പാടി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, യൂസഫ് മദനി ചെറുവത്തൂർ, ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ്, സുലൈമാൻ കരിവള്ളൂർ, അഷ്റഫ് കരിപ്പൊടി, ചെയർമാൻ ജബ്ബാർ മിസ്ബാഹി, കൺവീനർ TP നൌഷാദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.